ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി റവ വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പാണ് കേട്ടോ. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ പാൽ ഇവിടെ തിളക്കാറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ പാൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി വറുത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. റവ ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈയെടുക്കാതെ ഇതുപോലെ തന്നെ ഇളക്കിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ നെയ്യൊക്കെ തടവി വെച്ചിട്ടുള്ള ആ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നെ ഇത് തണുക്കാനായിട്ട് വെക്കരുത് കേട്ടോ. നമ്മൾ ഈ ഒരു ചൂടോട് കൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത്രയും ആയാൽ മതി. അപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ് അപ്പോൾ തന്നെ നമ്മളിതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു ഷേപ്പ് കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അപ്പോൾ പാകത്തെ ഒരു കട്ടിയിൽ നമുക്ക് ഇതുപോലെ പരത്തി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ മുഴുവനായിട്ട് ഇതില്ല കേട്ടോ. മുഴുവനായിട്ട് ആയാൽ വളരെ തിന്നായി പോവും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊരു തിക്കായിട്ട് ഇതുപോലെ നന്നായിട്ട് ലെവൽ ചെയ്ത് പരത്തിയെടുക്കുക. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ഫാനിൻ്റെ അടിയിൽ കൊണ്ടുപോയി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് വരെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് കേട്ടോ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ പീസും എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പീസുകളും ഞാൻ ഒരു തവണ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഒരു തവണയും കൂടെ ഇത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് കൊണ്ട് കോട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ വീണ്ടും നമ്മളൊരു മുട്ട പൊട്ടിച്ചൊഴിച്ചതല്ലേ, അപ്പോൾ ഇനി അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു തവണയും കൂടെ ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ആ ഒരു മുട്ട തീരുന്നത് വരെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ് കിട്ടുന്നുണ്ട്. ഇത് നമുക്കിത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും ഒരുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ 1/4 കപ്പ് റവ വെച്ചിട്ട് നമ്മളിത് ഒരു പ്ലേറ്റ് നിറയെ സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്